പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ ദേവാലയത്തിലെത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും അവനെ സമീപിച്ച് ചോദിച്ചു, എന്താ അധികാരത്തിലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ്? യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ. നിങ്ങൾ എന്നോട് ഉത്തരം പറഞ്ഞാൽ എന്തധികാരത്തിലാണ് ഞാൻ ഇവയൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങളോട് പറയാം. യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം എവിടെ നിന്നായിരുന്നു? സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? അവർ പരസ്പരം ആലോചിച്ചു. സ്വർഗത്തിൽ നിന്നും എന്ന് നാം പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് അവൻ ചോദിക്കും. മനുഷ്യരിൽ നിന്നും എന്ന് പറഞ്ഞാൽ നാം ജനക്കൂട്ടത്തെ ഭയപ്പെടുന്നു. എന്തെന്നാൽ എല്ലാവരും യോഹന്നാനെ ഒരു പ്രവാചകനായി പരിഗണിക്കുന്നു. അതിനാൽ അവർ യേശുവിനോട് പറഞ്ഞു, ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അപ്പോൾ അവൻ പറഞ്ഞു, എന്തധികാരത്തിലാണ് ഞാനിത് ചെയ്യുന്നതെന്ന് നിങ്ങളോട് ഞാനും പറയുന്നില്ല. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്തെ ചോദ്യം ചെയ്യാതെ ദൈവത്തെ വിശ്വസിക്കുന്നതിന് വേണ്ടി തന്നെ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യുവാനായിട്ട് നമ്മൾ ആരാണ്? ചിലപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ ചില ചോദ്യങ്ങൾ വരാറില്ലേ? ദൈവത്തെക്കുറിച്ചാകാം, ചിലപ്പോൾ ധ്യാന കേന്ദ്രങ്ങളിൽ നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ചാകാം. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് വിശ്വസിക്കുക എന്നുള്ളതാണ്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്ഭുതം ദൈവം നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ വിശ്വാസം ആഴപ്പെടുത്താം. നമ്മുടെ വിശ്വാസം കണ്ടുകൊണ്ട് അനേകർ യേശുവിൽ വിശ്വസിക്കുവാനായിട്ടും ഉള്ള വഴികൾ നമ്മൾക്ക് തുറന്നു കൊടുക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.